Good morning students. Today's topic is Taylor's differential piece rate system. This is one of the methods of differential piece rate system. Okay. This method was introduced by F.W. Taylor, the father of scientific management. Under this method, Taylor classified the workers into two categories, efficient workers and inefficient workers. ഈ മെത്തേഡിൽ ടൈലർ വർക്കേഴ്സിനെ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്നും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇതാണ്. വർക്കേഴ്സിന്റെ ആക്ച്വൽ പ്രൊഡക്ഷനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് കമ്പയർഡ് വിത്ത് ദി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇതാണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഈസ് ഡിസൈർഡ് ബൈ ദി എംപ്ലോയർ. ഇല്ലേ, ഒരു ഫാക്ടറിയിൽ നമ്മുടെ എംപ്ലോയർ വർക്കേഴ്സിനോട് പറയുന്നു, നിങ്ങൾ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ബട്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്കർക്ക് ആക്ച്വലി ഒരു മണിക്കൂർ ജോലി ചെയ്തോ അല്ലെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്തോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ യൂണിറ്റ്, അതിനെയാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ച്വൽ പ്രൊഡക്ഷനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിന്റെ ബേസിസിലാണ് വർക്കേഴ്സിനെ എഫിഷ്യന്റ് വർക്കേഴ്സ് എന്നും ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 100 യൂണിറ്റ്സ് ആണെന്നിരിക്കട്ടെ. 100 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. അവിടെ രണ്ട് വർക്കേഴ്സ് ഉണ്ട്, വർക്കർ എ ആൻഡ് വർക്കർ ബി. വർക്കർ എക്ക് 50 യൂണിറ്റ്സും വർക്കർ ബി 120 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനെ അവരുടെ ആക്ച്വൽ പ്രൊഡക്ഷനായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈ 50 യൂണിറ്റ്സും 120 യൂണിറ്റ്സുമാണ് അവരുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 100 യൂണിറ്റ്സ് ആയിരുന്നു. വർക്കർ എക്ക് 50 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനിലും താഴെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ ഇൻഎഫിഷ്യന്റ് വർക്കർ. ഓക്കെ, എന്ന് പറയുന്നത് ഒരു ഇൻഎഫിഷ്യന്റ് വർക്കറാണ്. ദെൻ വർക്കർ ബി 120 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതായത് 100 യൂണിറ്റ്സ് ആയിരുന്നു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ആ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് വർക്കർ ബി 120 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് വർക്കർ ബി ഈസ് ആൻ എഫിഷ്യന്റ് വർക്കർ and the efficient worker get the higher piece rate and the inefficient worker get the lower piece rate. So ഇതാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്നുകൂടെ ക്ലിയർ ആവും. കാൽക്കുലേറ്റ് ദി ഏർണിംഗ്സ് ഓഫ് വർക്കേഴ്സ് അണ്ടർ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. Standard production 8 units per hour, normal time rate ₹40 per hour, differential piece rates to be applied, 80% of piece rate when below standard, 120% of piece rate when at or above standard. In a 9 hours day, X produced 54 units and Y produced 75 units. നമുക്കിനി ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സിന്റെ ഏർണിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നമുക്ക് ക്വസ്റ്റനിൽ ആദ്യം തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണ്, 8 യൂണിറ്റ്സ് പെർ അവർ. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിൽ ഓരോ വർക്കേഴ്സും ഒരു മണിക്കൂറിൽ 8 യൂണിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. അതാണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നായിരിക്കും തരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് നോർമൽ ടൈം റേറ്റ് ആണ്, ₹40 പെർ അവർ. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിൽ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഒരു വർക്കർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ₹40 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്സ് ടു ബി അപ്ലൈഡ്. 80% ഓഫ് പീസ് റേറ്റ് വെൻ ബിലോ സ്റ്റാൻഡേർഡ്. അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഫിഷ്യന്റ് വർക്കേഴ്സ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. 80% ഓഫ് പീസ് റേറ്റ് വെൻ ബിലോ സ്റ്റാൻഡേർഡ്. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണോ അതിൽ താഴെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്കർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് പീസ് റേറ്റിന്റെ 80% ആണ്. So 80% of piece rate is the lower piece rate. Okay, lower piece rate ആണിത്. ഇത് കിട്ടുന്ന വർക്കർ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് ആയിരിക്കും. ടൈലറിന്റെ ക്ലാസിഫിക്കേഷനിലെ ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സിനാണ് ഈ ഒരു ലോവർ പീസ് റേറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 120% ഓഫ് പീസ് റേറ്റ് വെൻ അറ്റ് ഓർ എബവ് സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഫാക്ടറിയിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണോ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെയാണ്, വർക്കേഴ്സിനെയാണ് ടൈലർ എഫിഷ്യന്റ് വർക്കേഴ്സിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വർക്കർ എന്ന് പറയുന്നത് എഫിഷ്യന്റ് വർക്കേഴ്സ് ആയിരിക്കും. അവർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് പീസ് റേറ്റിന്റെ 120% ആണ്. സോ ദിസ് ഈസ് ദി ഹയർ പീസ് റേറ്റ്. ഹയർ പീസ് റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ എ 9 hours day എക്സ് പ്രൊഡ്യൂസ് 54 യൂണിറ്റ്സ് ആൻഡ് വൈ പ്രൊഡ്യൂസ് 75 യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് ആ ഒരു ഫാക്ടറിയിലെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 9 hours ആണ്. അങ്ങനെ 9 hours വർക്ക് ചെയ്ത് X produce 54 units and Y produce 75 units. X 54 unitsum Y 75 unitsum produce ചെയ്തു. So these are the actual production of that workers. Okay, the actual production ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പീസ് റേറ്റ് ആണ്. ഓക്കെ, പക്ഷേ പീസ് റേറ്റ് നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആൻഡ് ദി നോർമൽ ടൈം റേറ്റ്. നമുക്ക് അത് വെച്ചിട്ട് പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ഇതാണ്: പീസ് റേറ്റ് ഈക്വൽ ടൈം റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ടൈം റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 ആണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 യൂണിറ്റ്സ് പെർ അവർ ആണ്. ഇത് ഒരു മണിക്കൂറിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, നമുക്കത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 40 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 8 ഈക്വൽ ₹5 പെർ യൂണിറ്റ്. ഇതാണ് ആ ഒരു ഫാക്ടറിയിലെ പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ വർക്കേഴ്സിന് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ₹5 ആണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്: പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്: ഡിഫറൻഷ്യൽ പീസ് റേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ലോവർ പീസ് റേറ്റും ഹയർ പീസ് റേറ്റും ആണുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ലോവർ പീസ് റേറ്റ് എടുത്ത് എഴുതാം. ലോവർ പീസ് റേറ്റ് ഈക്വൽ, അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 80% ഓഫ് പീസ് റേറ്റ് ആണ് ലോവർ പീസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് പീസ് റേറ്റ് എത്രയാണോ അതിന്റെ 80% ആണ് ലോവർ പീസ് റേറ്റ്. പീസ് റേറ്റ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 5ന്റെ 80%. ഓക്കെ, ഈക്വൽ ₹4 പെർ യൂണിറ്റ്. നെക്സ്റ്റ് ഈസ് ഹയർ പീസ് റേറ്റ്. ഹയർ പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയർ പീസ് റേറ്റ് എന്ന് പറയുന്നത് 120% ഓഫ് പീസ് റേറ്റ് ആണ്. പീസ് റേറ്റ് എത്രയാണോ അതിന്റെ 120% ആണ് ഹയർ പീസ് റേറ്റ്. ഓക്കെ, പീസ് റേറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 5ന്റെ 120% ഈക്വൽ ₹6 പെർ യൂണിറ്റ്. ലോവർ പീസ് റേറ്റ് കിട്ടുന്നത് ഇൻഎഫിഷ്യന്റ് വർക്കർക്കും ഹയർ പീസ് റേറ്റ് കിട്ടുന്നത് എഫിഷ്യന്റ് വർക്കർക്കുമാണ്. ഓക്കെ, ഇനി നമുക്ക് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്: നമ്മൾ വർക്കേഴ്സിന്റെ ആക്ച്വൽ പ്രൊഡക്ഷനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ആക്ച്വൽ പ്രൊഡക്ഷനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 9 hours ഡേയിൽ, ഒരു ഡേയിൽ 9 hours വർക്കിംഗ് ഉണ്ട്. 9 hours വർക്ക് ചെയ്ത് എക്സ് 54 യൂണിറ്റ്സും വൈ 75 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ. നമുക്കത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, ബട്ട് അതൊരു അവർലി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണ്. നമുക്ക് വേണ്ടത് 9 hours സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണ്. സോ നമുക്ക് 1 hourലെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനെ 9 hours സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്കത് എടുത്തെഴുതാം. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഫോർ എ ഡേ ഓഫ് 9 hours, അതായത് ഒരു ഡേയിൽ ഇവിടെ 9 hours വർക്കിംഗ് ഉണ്ട്, ഈക്വൽ 8 into 9 ഈക്വൽ 72 യൂണിറ്റ്സ്. സോ അങ്ങനെ നമ്മൾ ക്വസ്റ്റിന്റെ തേർഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഫോർ എ ഡേ ഓഫ് 9 hours 72 യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാം. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്: വർക്കേഴ്സിന്റെ ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് കിട്ടേണ്ട ഏർണിങ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്ക് ആദ്യം എടുത്തെഴുതാം. ഏർണിങ്സ് ഓഫ് എക്സ്. നമുക്ക് ആദ്യം ഇതിൽ വേണ്ടത് ആക്ച്വൽ ഔട്ട്പുട്ടാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് എക്സ് ഈക്വൽ, എക്സിന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു 54 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. ഈക്വൽ 54 യൂണിറ്റ്സ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ആ ഒരു ഫാക്ടറിയിലെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഫോർ എ ഡേ എന്ന് പറയുന്നത് 72 യൂണിറ്റ്സ് ആണ്. അതായത് 72 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥാനത്താണ് എക്സ് 54 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Therefore we can say that X is an inefficient worker. നമുക്കത് എടുത്തെഴുതാം. Therefore the efficiency of X is less than the standard fixed. Okay, less than the standard fixed. Standard fixed നമ്മൾ തൊട്ടുമുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 72 യൂണിറ്റ്സ്. Hence he get only the lower piece rate. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 2 കാറ്റഗറി വർക്കേഴ്സ് ആണുള്ളത്: എഫിഷ്യന്റ് വർക്കേഴ്സ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കർ. എക്സ് എന്ന് പറയുന്ന ആൾ ഇൻഎഫിഷ്യന്റ് വർക്കർ ആണ്. ഇൻഎഫിഷ്യന്റ് വർക്കർക്ക് കിട്ടുന്നത് ലോവർ പീസ് റേറ്റ് ആണ്. അത് നമ്മൾ തൊട്ടുമുമ്പ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ്
4 per unit. നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ഓക്കെ, therefore എക്സ് ഏർണിങ്സ് ഈക്വൽ, നമുക്കൊന്നുകൂടെ എടുത്തെഴുതാം. അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 54 യൂണിറ്റ് ആണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ലോവർ പീസ് റേറ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ലോവർ പീസ് റേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 54 into 4 ഈക്വൽ ₹216 എന്ന് വരും. നമുക്കിനി വൈൻ്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എടുത്തെഴുതാം. ഏർണിങ്സ് ഓഫ് വൈ, ആദ്യം വേണ്ടത് ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് വൈ ഈക്വൽ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ ഔട്ട്പുട്ട് 75 യൂണിറ്റ്സ്. ഓക്കെ, എടുത്തെഴുതാം. 75 യൂണിറ്റ്സ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ആ ഫാക്ടറിയിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഫോർ എ ഡേ എന്ന് പറഞ്ഞ് 72 യൂണിറ്റ്സ് ആയിരുന്നു. 72 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്താണ് വൈ 75 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Therefore we can say that worker Y is an efficient worker. Okay, നമുക്ക് എടുത്തെഴുതാം. Therefore the efficiency of Y is greater than the standard fixed. Standard fixed നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 72 യൂണിറ്റ്സ്. Hence he get the higher piece rate. Okay, hence he get the higher piece rate. Higher piece rate നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ₹6 per unit. ₹6 per unit. Therefore Y's earnings equal, അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 75 യൂണിറ്റ്സ് ആണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഹയർ പീസ് റേറ്റ് ആണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റനിൽ ഹയർ പീസ് റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഈക്വൽ ₹450 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിന്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് പീസ് റേറ്റ് ആയിരുന്നു. പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരുന്നു. ടൈം റേറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ദെൻ നമ്മൾ ലോവർ പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഹയർ പീസ് റേറ്റ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഫോർ എ ഡേ ഓഫ് 9 hours നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വർക്കേഴ്സിന്റെ ആക്ച്വൽ പ്രൊഡക്ഷനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏർണിങ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു.